നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ആ സംഘർഷത്തിന് അയവൊന്നുമില്ല. ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടത്തുന്നുണ്ട്. ഇറാനിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ ആത്മീയ നേതാവ്, പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനി അടക്കമുള്ളവർ ഒളിവിലിരുന്നു കൊണ്ടാണ് അവർ ഈ ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും നൂറുകണക്കിന് റോക്കറ്റുകൾ ഇറാനും ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കുന്നുണ്ട്. കാരണം ഈ മേഖലയിൽ ഏറ്റവും അധികം റോക്കറ്റുകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഈ മിസൈലുകളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. മിസൈലുകളുടെ ഉസ്താദുമാരാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ മിസൈലുകളെടുത്ത് ഇങ്ങനെ ചന്നം ഭിന്നം വിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെതെല്ലാം ടാർഗറ്റഡ് അറ്റാക്കാണ്, കൃത്യമായി ലക്ഷ്യം നോക്കിയുള്ള അറ്റാക്കാണ്. പക്ഷേ ഇറാൻ്റേത് അങ്ങനെയല്ല. ഇറാൻ ഇങ്ങനെ ചന്നം ഭിന്നം മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുക്കുന്നു എന്ന് മാത്രം. 100 എണ്ണം തൊടുക്കുമ്പോൾ 2 എണ്ണം ഇസ്രായേലിൽ പതിക്കുന്നുണ്ട്. തീർച്ചയായും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ച് ചില മിസൈലുകൾ പതിക്കുന്നുണ്ട്. അത് ഇസ്രായേലിനും വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ യുദ്ധം നിർത്തണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ഇറാൻ്റെ ഉത്തരവാദിത്വമാണ് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കീഴടങ്ങണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. പക്ഷേ കീഴടങ്ങാൻ ഇറാൻ തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ അമേരിക്ക കൂടി യുദ്ധത്തിനിറങ്ങുന്നു. അത് വെറുതെ ഒരു യുദ്ധത്തിനല്ല, വലിയ യുദ്ധം തന്നെയാണ്. ഇറാനെ ചുട്ടുകരിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾക്ക് അമേരിക്ക മുതിരുന്നു. അതിസാഹസികമായ ചില നടപടികൾക്ക് അമേരിക്ക മുതിരുന്നു. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ സൂചന ചില പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു വിമാനത്തിൻ്റെ പറന്നുയരലുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ ഡൂംസ് ഡേ പ്ലെയിൻ എന്നറിയപ്പെടുന്ന ഒരു വിമാനം ഈ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി അമേരിക്കയുടെ ബാർക്സ്ഡെയിൽ വ്യോമ താവളത്തിൽ നിന്നും ഏതാണ്ട് ലൂസിയാനയിലെ ബാർക്സ്ഡെയിൽ വ്യോമതാവളത്തിൽ നിന്നും ഏതാണ്ട് വൈകുന്നേരം 6 മണിയോടുകൂടി പറന്നുയർന്നു. ഡൂംസ് ഡേ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ E-4B നൈറ്റ് വാച്ച് എന്ന ഗണത്തിൽപ്പെട്ട വിമാനമാണ്. ഇതിനെ ഫ്ലൈയിങ് പെൻറ്റഗൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പെൻറ്റഗൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക ആസ്ഥാനമാണ്. അമേരിക്കയുടെ സൈനിക ആസ്ഥാനത്തിൻ്റെ ഒരു മിനി പകർപ്പാണ് ഈ വിമാനം എന്നാണ് പറയുന്നത്. സൈനിക ആസ്ഥാനത്ത് അല്ലെങ്കിൽ സൈനിക ആസ്ഥാനം ഉപയോഗിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാലാണ് ഈ വിമാനം ഉപയോഗിക്കുക. ഈ വിമാനത്തിനകത്തിരുന്നു കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിക്കും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർക്കുമെല്ലാം യുദ്ധം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ വിമാനത്തിലുള്ളത്. ഏതാണ്ട് 3 നിലകൾ ഈ വിമാനത്തിനുണ്ട്. 67ഓളം സാറ്റലൈറ്റ് ഡിഷുകളും ആൻ്റനകളുമെല്ലാം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകളുമായി, പ്രധാനപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്താൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. മാത്രമല്ല, ഇത്തരമൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അമേരിക്കൻ പ്രസിഡന്റിന് ലോകമെമ്പാടും ആശയവിനിമയം സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ബാക്കപ്പ് സംവിധാനം ഈ വിമാനത്തിലുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനും ഡിഫൻസ് സെക്രട്ടറിക്കും പ്രതിരോധ രംഗത്തെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ, സേനയിലെ ഉന്നത സൈനികർക്കെല്ലാം ഈ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാം. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഈ വിമാനം. ഈ വിമാനം കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ 6 മണിയോടുകൂടി ഒരു അമേരിക്കൻ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരുന്നു. ഏതാണ്ട് 4 മണിക്കൂറുകളോളം ആകാശത്ത് വട്ടമിട്ട് പറന്നതിന് ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി മറ്റൊരു വിമാനത്താവളത്തിൽ, മെറിലാൻഡിലെ മറ്റൊരു വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. ഇതാണ് ഈ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. അമേരിക്ക അടിയന്തര സാഹചര്യത്തിൽ, ഏറ്റവും അടിയന്തരമായ സാഹചര്യം, പ്രസിഡന്റിനോ മറ്റ് ഉന്നതർക്കോ അമേരിക്കയ്ക്കകത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ആണവ ആക്രമണം ഉണ്ടാവുക, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ വിഷയങ്ങളാവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് പ്രസിഡന്റിനെ ഈ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നത്. ആ വിമാനമാണ് ഇന്നലെ പറന്നുയർന്നിരിക്കുന്നത്. ഇത് ഇറാനെതിരെ കടുത്ത യുദ്ധത്തിന് അമേരിക്ക ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് പല പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയുടെ വാർ റൂമിൽ പ്രസിഡന്റും വളരെ പ്രധാനപ്പെട്ട ആളുകളും ഇരുന്ന് ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഇറാനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു. മാത്രമല്ല, ഇറാനെതിരെ കടുത്ത സൈനിക നടപടി വരുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളുമുണ്ട്. അതിന് പിന്നാലെയാണ് ഈ വിമാനം പറന്നുയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ വിമാനത്തിന് ചില പരിശീലന പറക്കലുകളൊക്കെ നടത്താറുണ്ട്. ഓപ്പറേഷണൽ റെഡിനെസ് എന്നൊക്കെ പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലും ഈ വിമാനം പറന്നുയരാൻ തയ്യാറാണ്. അതിനുവേണ്ടി ദിവസേന അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ ഈ വിമാനം പറന്നുയരാറുണ്ട്. പക്ഷേ ഇന്നലെ പറന്ന ആ സമയം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനോട് കീഴടങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. പക്ഷേ
ഒരു മുന്നറിയിപ്പിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈന്യത്തിൻ്റെ മുന്നിലോ ഭീഷണിയുടെ മുന്നിലോ ഏതെങ്കിലും ഒരു സമാധാന കരാറിൻ്റെ മുന്നിൽ പോലും മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ മറുപടി നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിമാനം പറന്നുയർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ആണ് ഈ പറക്കലിന് ഒരു അസാധാരണ സ്വഭാവം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറക്കലിനെ പ്രതിരോധ വിദഗ്ധർ അമേരിക്കയുടെ ഒരു വലിയ ചുവടുവയ്പ്പിന് മുന്നോടിയായിട്ടുള്ള മുൻകരുതൽ എന്ന നിലയിൽ ഇതിനെ കാണുന്നത്. കാരണം ഇറാനിൻ ഒരു ആണവ രാഷ്ട്രമാണ്, ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അവ എടുത്തു പ്രയോഗിക്കാൻ മടിയില്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി സംഘർഷത്തിലിരിക്കുന്ന ഈ രാജ്യം അമേരിക്കയുടെ ഇടപെടലോടുകൂടി അമേരിക്കയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്കയെ ആക്രമിക്കണമെങ്കിൽ ഒരു സ്വാഭാവികമായ അല്ലെങ്കിൽ കൺവെൻഷനലായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കില്ല. ഇറാൻ ആണവായുധം ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിൻ്റെ ഉത്തരമാണ്. ഏതാണ്ട് 35 മണിക്കൂറുകളോളം തന്നെ ഇന്ധനം നിറയ്ക്കാതെ ഇതിന് ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ്. ഈ വിമാനം അമേരിക്ക സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിനർത്ഥം. ഇതിനു മുമ്പ് 1995 അമേരിക്കയിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായ സമയത്തും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 9/11 അറ്റാക്ക് അമേരിക്കയുടെ 2 ടവറുകൾ താലിബാൻ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് തകർത്ത് പിന്നീട് പെൻറ്റഗണിന് നേരെ ഈ തീവ്രവാദികൾ വിമാനങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. പെൻറ്റഗണിനും ചില കേടുപാടുകൾ ഉണ്ടാകുന്നു. പെൻറ്റഗണിലും ഒരു വിമാനം ഇടിച്ചിറക്കി. അങ്ങനെ പെൻറ്റഗൺ വരെ ആക്രമിക്കപ്പെട്ട സമയത്തും ആണ് 2 തവണയാണ് ചരിത്രത്തിൽ ഈ വിമാനം ഉപയോഗിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് അടക്കമുള്ളവർ ഈ വിമാനത്തിൽ അടിയന്തര സാഹചര്യമായതുകൊണ്ട് മണിക്കൂറുകളോളം ഈ പറയുന്ന ഡൂംസ് ഡേ വിമാനത്തിൽ മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. ആ വിമാനമാണ് ഇപ്പോൾ ഒന്നുകൂടി അമേരിക്ക സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.